സമയത്ത് രാജ ചേച്ചിയാണല്ലോ. ഹലോ ആ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? അന്ന് എന്തായാലും 10 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചയക്കുള്ളൂ. അയ്യോ അവൾ എന്ത് ചെയ്തു? ശരി ചേച്ചി, അവർ നേരത്തെ വന്നു അവിടുന്ന്? ആ ആയിക്കോട്ടെ. കുട്ടികൾ 2 ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ആ ആ അവള് വരട്ടെ. നമ്മൾ ചോദിക്കുക എന്താണെന്നുള്ളത് ചോദിക്കണ്ട, നമ്മൾ അറിയാണ്ടൊന്നും പറയാൻ പാടില്ലല്ലോ. ശരി എന്നാ, ശരി ശരി. എന്താണ് അവൾ ഇവിടെ ചെയ്ത് കൂട്ടിയത്? ഈ അമ്മ ഇങ്ങനൊന്നും വിളിച്ച് സംസാരിക്കാത്തതാണല്ലോ. എന്തായാലും വരട്ടെ. അമ്മമ്മോട് ഓരോന്നും പറയാൻ നിക്കണ്ട കേട്ടാ. നീ ഇവിടെ തന്നെ ഇരിക്കണ്ടല്ലോ അമ്മ. ഇതെന്താമ്മേ ഈ തുണികളൊക്കെ ഗേറ്റുമിട്ടേക്കണത്? തുണികളൊക്കെ ഗേറ്റുമേൽ ഞാൻ നേരത്തെ ഇട്ടതാണ്. അല്ല, നിന്റെ അമ്മായിമ്മ ഇപ്പൊ വിളിച്ചല്ലോ. എന്താ അവിടെ പ്രശ്നം ഉണ്ടായത്? അവിടെ മോൻ എവിടെ? 2 മക്കളും വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ഞങ്ങള് 3 ആളും കൂടിയിട്ട് തന്നെ ഇറങ്ങിയത്. രാകേഷിന്റെ ഓഫീസിന് മുന്നിലെത്തിയപ്പോ അവൻ ഒരേ വാശി അച്ഛനെ കാണണമെന്ന്. അപ്പൊ അവിടെ ആക്കി കൊടുത്തിട്ട് ഞങ്ങൾ 2 ആളും കൂടി ഇട്ട് പോന്നു. അല്ല, ഇതൊക്കെ അമ്മ എങ്ങനെ അറിഞ്ഞ ഞങ്ങൾ 3 ആളും കൂടിയിട്ടാ വരണതൊക്കെ? ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്റെ അമ്മായിമ്മ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു, മോള് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ സാധാരണ വിളിക്കും പോലെയാണ് പറഞ്ഞിട്ട് 10 ദിവസം ഇരുത്തിട്ട് അയക്കുള്ളൂ എന്ന് പറഞ്ഞു. ജീവിതകാലം മുഴുവൻ അവിടെ ഇരുത്തിക്കോളെ, ഇങ്ങോട്ട് പറഞ്ഞേക്കേ വേണ്ട, അത്രയുണ്ട് മോളെ സ്വഭാവം. നീ എന്താടി അവിടെ കാണിച്ചു കൂട്ടിയത്? നീ മോളെ കൊണ്ട് പകത്ത് കയറ്. അമ്മ അത്ര വിഷമിക്കാനൊന്നുമില്ല, അത് അള്ളക്ക് പ്രാന്താ. പെട്ടി അങ്ങോട്ട് എടുത്തോളൂട്ടാ. ഇവളവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിട്ടാണോ വന്നിരിക്കുന്നത്? അവനെ അല്ല മോളെ, നീ അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിട്ട് വന്നതാ? എന്റെ അമ്മായിയും ഇത്രയും ദേഷ്യപ്പെട്ട് വിളിക്കാൻ? അമ്മ അതിനവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഏതെങ്കിലും ഫോൺ വന്നിട്ട് ഞാൻ അവിടേക്കോ മാറുന്ന സംസാരിച്ചു കഴിഞ്ഞാൽ തള്ളക്ക് സംശയം അപ്പൊ തുടങ്ങും ഓരോന്നുണ്ടാക്കാൻ. അതിന് അമ്മ എന്തിനാ ഏത് നേരം ഫോൺ എടുത്ത് മിണ്ടാതിരുന്നേ. നീ എന്തിനാ നിന്റെ അച്ഛമ്മയ്ക്ക് കൂട്ടുപിടിക്കണേ? അച്ഛമ്മ സത്യല്ലേ പറഞ്ഞേ? അതിന് അവരിൽ നിന്ന് സംശയിക്കാൻ പറ്റും. നീ അവിടെ എന്താ ചെയ്തത്? മോള് പറയും, നിന്റെ അമ്മ ആരെന്നെ വിളിച്ചത്? എനിക്കൊന്നും അറിയില്ല അമ്മമ്മേ. അമ്മക്ക് ഏത് നേരം ഓരോ ഫോൺ കോളാ. നീ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കട്ടാ. എന്തിനാ നുള്ളുന്നേ? ഉള്ളതെന്നല്ലേ പറയുന്നേ. ഞാൻ പോയി ആരാന്ന് ചോദിച്ചാ പറയും മിണ്ടാതിരിക്കടി. പിന്നെ അച്ഛമ്മ പറയുന്ന സത്യം തന്നെയല്ലേ? അല്ല, മോള് പറയുന്നത് കാര്യല്ലേ? നിനക്ക് ഇത്രമാത്രം വിളിക്കാൻ ആരാ ഉള്ളത്? നിന്റെ കെട്ടിച്ചു വിട്ട വീടാത്. നിന്റെ വീട് സ്വന്തം വീടല്ല തോന്നിയ പോലെ കളിക്കാൻ. അതിനെ എന്നെ കെട്ടിച്ചു വിട്ടത് ഇന്നോ ഇന്നലെയോ ഒന്നും അല്ലല്ലോ. 10-15 വർഷമായില്ലേ. ഇത്രയും പ്രായമായ 2 കുട്ടികളില്ലേ. എന്നിട്ട് തള്ളക്ക് ഇപ്പഴാ സംശയം. എനിക്ക് ഓരോരുത്തരെ വിളിക്കാണെങ്കിലേ കുറെ മുന്നേ ആവായിരുന്നു. നിന്റെ ഭർത്താവ് എന്ത് പറഞ്ഞു? ഞാൻ അവരെ നിന്നെ സംശയമാണോ മോളെ? എന്തൊക്കെയാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? രാകേഷ് എന്ത് പറയാനമ്മേ? പ്രശ്നം എത്രത്തോളം ആയില്ലേ? അല്ല, ഞാൻ ഒരു നേരം ഫോൺ ചെയ്താ നിനക്ക് മര്യാദക്ക് ഫോൺ എടുക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. നീ ആരെ ഇങ്ങനെ വിളിക്കുന്നത്? നീ ആരെ വിളിക്കുന്ന? ഈ അമ്മന്റെ മുൻപിൽ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ അവരടുത്ത് പറഞ്ഞാൽ പോരെ, ഞാൻ ഇന്ന ആളെ വിളിക്കണം അമ്മ എന്നുള്ളത്. പിന്നെ നീ എന്തിനാ മനസ്സിൽ വെച്ച് അവരോട് പറയാതിരിക്കുന്നത്? അതിലെല്ലാവർക്കും സംശയം തോന്നിയത്? ഓ, അപ്പൊ അമ്മയ്ക്കും എന്നെ സംശയവും അല്ലേ? അവിടുന്ന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ഞാൻ ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും പോണാ? അല്ല മോളെ, ഇന്നത്തെ കാലത്ത് നീ നടക്കുന്നതൊക്കെ ഓരോന്ന് കാണുന്നതല്ലേ. അയ്യമ്മ പേപ്പറിലും TV-ലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. വലിയ വലിയ മക്കൾ ഇട്ടിട്ട് ഓരോ പെണ്ണുങ്ങളും ഓരോ തവന്മാരോട് ഇട്ടിട്ട് പോകുക എന്നൊക്കെ കേൾക്കുമ്പോൾ ആ മക്കളുടെ ശാപവും അയ്യമ്മ പേടിച്ചിട്ടായിരിക്കും മോളെ. ഇത് ആരാ വിളിച്ച അയ്യമ്മത് ക്ലിയർ ആയി പറഞ്ഞു കൊടുത്തതാണെങ്കിലോ? നീ ചീത്ത പേരല്ലേ അയ്യമ്മ ഇനി പറയുക? ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കില്ലേ മരുമകൾ എന്താ പോയി എന്നുള്ളത്? അയ്യമ്മ എന്താ പറയുക? ഈ വാക്കല്ലേ പറയാ, എൻ്റെ അടുത്ത് പറഞ്ഞ വഴിയല്ലേ പറയുക. എന്തിനു പറയണം? എന്താവശ്യത്തിനാ? എനിക്ക് എത്ര പേര് വിളിക്കാണ്ടാവും. ഓരോരുത്തർ വിളിക്കുമ്പോഴും ഞാൻ പോയിട്ട് അമ്മേ
ഇന്ന ആൾ വിളിച്ചു, ഇത്ര നേരം ഞാൻ സംസാരിച്ചു, ഇന്നതൊക്കെ പറഞ്ഞത് പറയേണ്ട ആവശ്യം എന്താ? ഇനി എന്തായാലും ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല. ഇതാ ഏതോ ബിനുവോ കൊറേ നേരായി വിളിക്കുന്നേ. കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം. ഹലോ, പറയടാ. ഇതന്നെ അമ്മയുടെ സ്ഥിരം പരിപാടി. പിന്നെ അങ്ങനെ അച്ഛൻ വെറുതെ ഓരോന്ന് പറയല്ലോ. അന്ന് ഈ കോള് വന്ന സമയത്ത് മോൾക്ക് അപ്പുറത്ത് മാറി നിന്നിട്ട് എനിക്ക് എടുത്തുകൂടായിരുന്നു. അപ്പൊ ആരാ നമുക്ക് മനസ്സിലാകാലോ. എന്നാ പിന്നെ അവിടെ ഭൂലോക അടിയായിരിക്കും. അപ്പൊ നിന്റെ അച്ഛമ്മ പറഞ്ഞ കാര്യം ഉണ്ടാവുക മോളെ. എന്താ ചെയ്യപ്പോ ഇങ്ങനെ ആയിക്കഴിഞ്ഞ? ബിനു നമ്മുടെ കുടുംബത്തിൽ ആരും ഇല്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ബിനു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് മറ്റേയാണോ? ഏയ്, അങ്ങനെ വരാൻ ചാൻസ് കുറവാ. അമ്മ ആരെങ്കിലും വിളിച്ചോണ്ടിരിക്കുന്നേ? എത്ര ദിവസമായി വന്നിട്ട്? നമുക്ക് അച്ഛനെ വീട്ടിൽ പോണ്ടേ? നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് നമ്മളിനി പോവില്ല കേട്ടോ. നിന്നെ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർത്താൻ പോവാ. ഉണ്ണിനെ കണ്ടിട്ട് എത്ര ദിവസമായി? നമുക്ക് ഉണ്ണിനെ കാണണ്ടേ? അവനെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്നോളും, അവന്റെ അച്ഛനോട് പറഞ്ഞിട്ട്. അന്ന് നമ്മൾ കൊണ്ടുവന്നല്ലേ, അവൻ വാശി പിടിച്ചിട്ടല്ലേ അവന്റെ അച്ഛൻ്റെ അടുത്താക്കിയത്. അമ്മയ്ക്ക് ഉണ്ണീനെ എന്നെ ഒന്നും ഇഷ്ടമല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇഷ്ടമില്ലായ്മയൊന്നും ഇല്ല കേട്ടോ ഇവിടെ. എന്നെ സംശയമുള്ള വീട്ടിലേക്ക് ഞാൻ വരില്ല. ഞാൻ പറയുന്നത് കേൾക്ക, എന്റെ മോളാണെങ്കിൽ. എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താ മോളെ? അല്ല, ആ കുട്ടി പറയുന്നത് കാര്യല്ലേ? നീ എന്ത് വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്? നിന്റെ ഭർത്താവിനോട് പഴയ പ്രായമാണോ നിനക്ക്? നിന്റെ വിചാരം എന്താ? അത് നീ മക്കളിലേക്ക് വിട്ട് ആരോട് പോകാൻ നിൽക്കുകയാണോ? കൂരത്താൻ പറ്റവിടെ നീ കുടുംബത്തിന് ഒരു നാണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നടക്കണോ? എന്തിനാണ് നീ ഇവിടെ വന്നത്? നീ എന്റെ കുട്ടികൾ പെരുവഴിയാക്കിട്ട് എവിടെ പാടിന് പോയി പോകാൻ നിൽക്കുകയാണോടി? ദുഷ്ടത്തി, കുടുംബത്തിന് നാണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങി നടക്കുന്നവളെ. എന്താ ചോദിച്ചു നോക്കിയ മോളോട്? എത്ര ദിവസം ഇവിടെ വന്നിട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് ഭർത്താവിന്റെ വീട്ടില്. എന്താ മോളെ പ്രശ്നം? അവനെ ഞാൻ വിളിച്ചു നോക്കി, അവൻ ഫോൺ എടുക്കുന്നില്ല. നിന്റെ പ്രശ്നം അവന്റെ പ്രശ്നം ഒന്നും മനസ്സിലാവുന്നില്ല. ഇല്ല അച്ഛാ, ഞാൻ അങ്ങോട്ട് പോണില്ല. അവിടെ എല്ലാവർക്കും എന്നെ ഭയങ്കര സംശയ. അമ്മക്ക് എന്നെ ഉണ്ണിനോട് തീരെ ഇഷ്ടമില്ല. എന്നെ ഞങ്ങൾ രണ്ടാളെ പഠിപ്പിച്ചു തരാൻ പോലും ചെയ്യില്ല. അമ്മന്റെ സ്ഥിരം പരിപാടിയാ ഫോണിൽ ഓരോരുത്തരെ വിളിക്കുക, സംസാരിക്കുക. ഒരു നേരം ബുക്ക് എടുത്ത് എന്നെ പഠിപ്പിച്ചു തരില്ല. വയസ്സല്ലായിട്ടുള്ളൂ, അതിനിട്ട് ഈ മഹാഭാവി ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുക. എന്താ ചെയ്യാ ഞാൻ? അച്ഛനോ വിളിക്കുന്നില്ല, എന്നിട്ട് വിളിക്കാനും സമ്മതിക്കുന്നില്ല. ഉണ്ണീനെ കണ്ടിട്ട് എത്ര ദിവസമായി? കാണടി, ചെറിയ കുട്ടികളല്ലേ അത്. അമ്മക്കില്ലാത്ത പോലെ ഉണ്ണീനെ എനിക്ക് ഒരു ദിവസം പോലും കാണാണ്ട് ഇരിക്കാൻ കഴിയില്ല. എത്ര ദിവസമായി ഞാൻ ഉണ്ണീനെ കണ്ടിട്ട്. നീ എന്താണ് ഇതിന്റെ സംഭവം എന്നത് വായു തുറന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ ഇവിടെ ഇറക്കി വിടും. എന്റെ കുട്ടികൾ ഞാൻ എന്താ വേണ്ടി തീരുമാനിക്കാം. ഇനി വേറെ വഴിയില്ല. എന്തായാലും നിങ്ങൾ ഇപ്പൊ തന്നെ പോയി അന്ന് അറിഞ്ഞിട്ട് വരാം എന്റെ വീട്ടിൽ പോയിട്ട്. അവൾ ഇന്നോട്ടെ അവിടെ. നിന്റെ ഫോൺ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ വലിച്ചെറിയ നിന്റെ ഫോൺ. നീ ഫോൺ വിളിച്ചു നോക്കുന്നേ. വാ മോള് വാ. വേണ്ട, അങ്ങനത്തെ ഒരു അമ്മ എന്തിനാ? മക്കളുടെ സ്നേഹമില്ലാത്ത അമ്മ ആർക്ക് വേണം? അത് പോയിക്കോട്ടെ, എവിടേക്ക് ഇറങ്ങി പോയിക്കോട്ടെ. നീ എന്തിനാ ഇവിടെ നിന്ന് കറിയണേ? നിനക്കും പൊക്കൂടെ? അതിന് അമ്മനെ പോലത്തെ ആൾക്കാരുടെ കൂടെ ആര് നിൽക്കാനാ? എന്റെ കൂടെ നിൽക്കണമെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കറിയാം എന്റെ ഉണ്ണിയെ വളർത്താൻ. പോയാ വലിയ വർത്താനം പറയാതെ. അമ്മ ആരുടെ കൂടെ പോയിട്ട് സുഖമായിട്ട് ജീവിച്ചോ. ഹലോ അച്ഛ, എന്താണ് ഭാവേ? നമ്മളെ കൂട്ടാൻ വരുവോ? കൂട്ടാൻ വരാലോ. പക്ഷെ അമ്മ വരണ്ട കേട്ടോ, മോള് മാത്രം വന്നാ മതി കേട്ടാ. മോള് എന്താ ചെയ്യണേ? ചായ കുടിച്ചാ? ഇല്ല. എന്താ ചായ കുടിക്കാത്തെ? ചായ കുടിക്കാൻ വേണ്ടി പോവായിരുന്നു. ആണോ? മോളൊരു കാര്യം ചെയ്യേ, അച്ഛൻ വൈകുന്നേരം വരാം, മോൾ ഇടവയിലോട്ട് അങ്ങോട്ട് ഇറങ്ങി വാ. എന്നിട്ട് മോള് മാത്രം വന്നാ മതി, അമ്മ വരണ്ട കേട്ടോ. ആയിക്കോട്ടെ. അനിയനെന്താക്കലാ? അനിയനാ? അനിയന് ഇവിടെ ഉണ്ടല്ലോ. അമ്മനെ ചോദിച്ചിനോ? എന്നെ ചോദിച്ചിനോ? എപ്പോഴും ചോദിക്കുന്നു എന്നെ പറ്റിയിട്ട്.
എവിടെ ചേച്ചി എന്തേ ചേച്ചി എന്തേ ചേച്ചി 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 എന്നിങ്ങനെ പറയപ്പെടും. വൈകുന്നേരം ഇടവയിലോട്ട് പോയിട്ടോ. അച്ഛന്മാരെ വിളിക്കാട്ടോ വരുമ്പോ. എന്നാ ശരി, അമ്മ ഇപ്പം വരും. ശരി ശരി. എടോ, റൂമൊക്കെ വലിയ റൂമല്ലേ? ആ വാഷ്റൂമൊക്കെ ഉണ്ടല്ലേ? വാഷ്റൂം എന്തായാലും വേണം. നല്ല സൗകര്യമുള്ളതായിരിക്കണം എന്നേ ഉള്ളൂ. AC ഉണ്ടാവുമല്ലോ അല്ലേ? എൻ്റെ സ്വർണം മുഴുവൻ വിറ്റാലും വേണ്ടില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭംഗിയായി നടക്കണം. അവൻ്റെ മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിക്കുകയും വേണം. ഞാൻ ഇനി അവിടെ വന്ന് നോക്കുമ്പോൾ അതില്ല ഇതില്ല എന്നും പറഞ്ഞ് പ്രശ്നമാവരുത്. അങ്ങനെയാണെങ്കിൽ ഒന്നും നടക്കില്ല. ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവണം. എടേ, നീ ആരെങ്കിലും ഫോൺ ചെയ്യണത്? എവനാണ് സംസാരിക്കണവൻ? അമ്മക്ക് ഇത് പ്രാന്താണോ? എന്നെ ഇതിങ്ങനെ ഫോൺ തട്ടി പറിച്ചു പഠിക്കാൻ? ഞാൻ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുന്നില്ലേ? ആ ഫോൺ ഇങ്ങോട്ട് കാണിക്കോ? വിളിച്ചോണ്ടിരിക്കണത് കട്ടായി. ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോ അമ്മ എങ്ങനെയാണോ അമ്മ ചെയ്യണ്ടേ? സ്വർണ്ണം സ്വർണ്ണം ഞങ്ങൾ തന്ന സ്വർണ്ണം കൊടുത്താ ഞങ്ങൾ താ. എനിക്ക് എങ്ങനെയെങ്കിലും അവന്റെ മുന്നിൽ ഒന്ന് ജീവിച്ച് കാണിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. ഭ്രാന്തായോ ദൈവമേ, ഞാൻ എന്താ ചെയ്യുന്നത്? എന്താ അവരെന്താ പറഞ്ഞു? അവന്റെ അമ്മനെ കണ്ട എന്ത് പറഞ്ഞു പറയും? അവൻ പറയുന്നത് അവന് അവള് നമ്മുടെ മുകളിൽ വേണ്ട എന്നാ പറയുന്നത്. ഇനിയിപ്പോ അങ്ങോട്ട് വരും വേണ്ടെന്നാ പറഞ്ഞു. അവ ഓഫീസിൽ പോയിക്ക. പക്ഷെ എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ലല്ലോ. അതിനെക്കൊണ്ട് ഞാൻ വീട്ടിൽ പോയി അമ്മ പറയുന്നത് അങ്ങനെയാ, അവൾ വരികയോ വേണ്ടെന്ന്. ചെറിയ കുട്ടിണ്ട്, അതിനും കൂടെ വിട്ടില്ല. അതും ഒരേ കരച്ചത്. ആങ്ങളെ പുറത്തന്നെ ഉണ്ടോ? ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ വിലാസിനി ഒരു മുന്നറിയിപ്പിലാണ് വന്ന്? എന്താ വിശേഷം? വിശേഷം എനിക്കാണോ ആങ്ങളെ? നമ്മുടെ നെമ്മി മോൾ എന്തായി? ബന്ധം വേർപെടുത്തിയോ? ഡൈവേഴ്സായി എന്നാരൊക്കെ പറയുന്നത് കേട്ടല്ലോ. അത് പറഞ്ഞ് ഞാൻ വന്നതാ. മതി, ബന്ധം വേർപെടുത്തില്ലെങ്കിൽ വേർപെടുത്താൻ നമുക്ക് അത്രയും മതി. നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ ഈ നെമ്മി മോള് നമ്മുടെ ബാലകൃഷ്ണനുള്ളതാണെന്ന്? അപ്പൊ എന്താ പറഞ്ഞത്? തരില്ല, നിനക്ക് തരില്ലാന്ന്. ഇപ്പോഴോ എങ്ങനെയായി? എന്റെ നാവ് പൊന്നായോ? എന്താ വിലാസിനി നീ വിവരക്കേട് പറയല്ലേ? നിന്റെ അടുത്ത് ആരും പറഞ്ഞോ ബന്ധം വേർപെടുത്തുന്നത്? ഓ, മോള് ബന്ധം വേർപെടുത്തി വന്ന് വീട്ടിലേക്ക് ആരും അറിയില്ല, പുറത്തൊരാളും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും നിന്റെ പഴയ തണ്ട് വിട്ടിട്ടില്ല അല്ലേ? നിന്റെ മോളെ ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആരിനെ അറിയോ? എന്റെ മോനെയാ, ബാലകൃഷ്ണനെ. മനസ്സിലായോ നിനക്ക്? എന്റെ മോളെ വിളിക്കുന്നത് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? ആര് പറയണം? ഞാനേ നിമ്മി മോളിന്റെ അമ്മായിമ്മനെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവർക്ക് തീരെ വേണ്ടാന്നാ പറയുന്നത്. ഒരുത്തനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പറഞ്ഞു. ഞാൻ അപ്പൊ പറഞ്ഞു അത് വിളിക്കുന്നത് എന്റെ മോനെയാ, വേറെ ആരിനെയല്ല എന്ന് പറഞ്ഞു. നീ വെറുതെ പ്രാന്ത് പറയല്ലേ? നീ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാൻ നോക്ക്. ചായ കുടിച്ചിട്ട് പോകാനോ? ഇപ്പൊ തൽക്കാലം ചായ വേണ്ട. ഇനി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാലോ ആങ്ങളെ. ഇനി കുറച്ചും കൂടി എനിക്ക് ബന്ധം കൂടിയില്ലേ നിന്റെ മോളിലെ എന്റെ മോൻ എടുക്കുമ്പോ. അപ്പൊ പിന്നെ വരാലോ. എന്തായാലും എന്റെ മോനോട് ഞാൻ പറയും എന്റെ ആങ്ങളുടെ മോളെ കല്യാണം എനിക്ക് ഉറപ്പിച്ചു. പിന്നെ മക്കളുടെ കാര്യം അന്ന് ചിന്തിക്കേ വേണ്ട. 2 കുട്ടികളുള്ളോട് 2 ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. ചെറുതിനെ കൊണ്ടുപോയിട്ടില്ല, വലുത് മാത്രമേ ഇവിടെ ഉള്ളൂ. അത് നല്ല കാര്യ. ആൺകുട്ടിയല്ലേ, അവൻ കുറച്ചവിടെ ഇരുന്നോട്ടെ. കല്യാണത്തിന് കൊണ്ടുവന്നാ മതി. പിന്നെ മക്കളുണ്ട് പറഞ്ഞ് നീ പേടിക്കണ്ട കേട്ടോ. മക്കള് 2 അല്ല 3 ആണെങ്കിലും എന്റെ ബാലകൃഷ്ണ മോൻ സ്വീകരിക്കാൻ തയ്യാറാണ്. നിന്റെ പെങ്ങായി വിലാസിനി ഉണ്ടല്ലോ, എന്റെ മോളെ നിലവിളക്കും കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകും. നീ വഞ്ച വരുമ്പോഴേക്കേ ഒന്ന് പോകാൻ നോക്ക്. മോളും കുട്ടി ഇവിടെ ഉണ്ട്. ഓ അത് ശരി, നാത്തോനെ പുറത്ത് കാണാത്തത്. അവളെവിടെ പോയതാ? വഞ്ച പണിക്കര് കാണാൻ പോയതാ. വേണ്ട ആങ്ങളെ, പണിക്കറിനെ കാണണ്ട. ജാതകവും ഞങ്ങൾക്കൊരു പ്രശ്നേ ഇല്ല. എന്തിനു ജാതകം നോക്കണം? ആങ്ങളും പെങ്ങളും മക്കളല്ലേ, എന്തിനു ജാതകം നോക്കേണ്ട ആവശ്യം? കണക്കിന് മുറപ്പുണ്ടല്ലേ അവള്. വിലാസിനി നീ വഞ്ച വരുമ്പോഴേക്ക് ഒന്ന് പോകാൻ നോക്ക്. അയ്യോ മോളെ, നീ എവിടെ ഉണ്ടോ?
നിന്റെ അമ്മ എവിടെ? ഞാൻ വിചാരിച്ചു നീ സ്കൂളിലും മറ്റും പോയി എന്നുള്ളത്. അമ്മ എവിടെ? അമ്മ മേലെ ആരോടാ ഫോൺ വിളിക്കില്ല. കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് സത്യം? അവളെ വിളിക്കുന്നത് എന്റെ മോനോടാ. ഞാൻ വരുമ്പോ എന്റെ മോൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായോ? ഇനി അധികം നീട്ടണ്ട, ജാതകം നോക്കണ്ട. കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു, കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകണം. 10 ആളും കൂടി ഇരുന്ന് മാല ഇടുന്നു. എൻ്റെ വീട്ടിൽ നിന്റെ മോള് വരുന്നു. കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. സംസാരിക്കട്ടെ, അമ്മയോടും സംസാരിക്കട്ടെ. വിളിക്കണ്ട. വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോന് ഡിസ്റ്റർബ് ആകും. അമ്മയോടെ പോയ കാരണം ശല്യം ചെയ്തു പറയും. ഒരു കാര്യം ചെയ്യാങ്ങളെ, 2 ആള് മുറപ്പെണ്ണും മുറച്ചെറുക്കനുമാണ്. എവിടെ നോക്കിയാലും അവർ കല്യാണം കഴിക്കാൻ നല്ലപോലെ ചേരുന്ന ആൾക്കാരാ. ഒളിച്ചോടി പോകുന്നതിനേക്കാൾ നല്ലതല്ലേ 10 ആൾ വന്ന് താലി കെട്ടിക്കൊണ്ട് പോകുന്നത്. ഇതെന്താ അച്ചാച്ചാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? മോളെ അവൾക്ക് കുറച്ച് പ്രാന്ത, അതിന് സൂക്കടാ പറഞ്ഞില്ല. മോളെ, വിലാസിനി അമ്മായിയല്ല, വിലാസിനി അച്ചമ്മ. എടാ ഭ്രാന്ത് നിനിക്കാം. ഇതൊക്കെ എൻ്റെ വീട്ടിൽ ജനിക്കുന്ന പിള്ളേരാ. ഓട്ടോറിക്ഷ ഞങ്ങൾ അതാ എന്നോട് വെയിറ്റ് ചെയ്യുന്നു. ആലോചിക്ക്. നീ ആലോചിച്ചാലോ ഇല്ലെങ്കിലും പെണ്ണ് എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. ഇനി പറഞ്ഞില്ലാലോ അറിഞ്ഞില്ലാലോ വിലാസിന് ഒരു വാക്ക് പറഞ്ഞുകൂടെ എന്നുള്ള വാക്ക് ഇനി വരാൻ പാടില്ല. എന്നാ ശരി മോളെ, അമ്മൻ്റെ അടുത്ത് പറയൂട്ടോ അച്ഛമ്മ വന്ന് പോയി എന്നുള്ളത് കേട്ടോ. അച്ചാച്ച അമ്മനി വേറെ കല്യാണം കഴിക്കാണ്ടി പോവാണോ? ഇല്ല മോളെ, അതൊന്നും ചെയ്യൂല കേട്ടോ. മോളുടെ അമ്മ അങ്ങനൊന്നും ചെയ്യില്ല. മോള് നേരിട്ട് പോയിക്കോ, ഉള്ളിൽ പോയിക്കോ. അവൾക്ക് കുറച്ച് പ്രാന്ത. മൂന്ന് പേര് മതിയാവില്ല. ഒരു പെൺകുട്ടി ബില്ലിങ്ങിലും കൂടി വേണ്ടി വരും. നോക്ക്, എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക് കേട്ടാ. ഇല്ല, അന്നത്തെ ദിവസം അമ്മ അച്ഛനൊന്നും വരില്ല. ഞാൻ അവരോട് എങ്ങനെയാടാ ഇതൊക്കെ പറയുക? ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് അവര് ഇവനെ തന്നെ എനിക്ക് കല്യാണം കഴിച്ചെന്ന്. പാവങ്ങളാടാ, അവരുടെ ചങ്ക് പൊട്ടും അവരെ മോള് വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞാല്. മോൾ എന്റെ കൂടെ തന്നെ ഉണ്ട്. അവളോടൊക്കെ പറയാൻ പറ്റുമോ അവളുടെ അച്ഛൻ എങ്ങനെയാന്ന്? ചെറുതിനെ വിട്ട് ഒന്നും അറിയില്ല. അച്ഛൻ എന്ന് പറഞ്ഞ ജീവന 2 പിള്ളേർക്കും ഞാൻ എങ്ങനെയാണ് അവരോടൊക്കെ പറഞ്ഞു മനസ്സിലാക്കുക? വേണ്ടടാ, ഇനി എന്റെ മക്കൾക്ക് അമ്മയും അച്ഛനൊക്കെ ആയിട്ട് ഞാൻ തന്നെ മതി. ഇല്ല, അവന്റെ മുന്നിൽ എനിക്ക് എന്തായാലും ജീവിച്ച് കാണിക്കണം. എന്തായാലും എന്റെ അമ്മയും മക്കളൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ എല്ലാം അറിയും. പിന്നെന്താ, അപ്പോഴത്തേക്കും എനിക്ക് സ്വന്തം കാലിലൊന്ന് നിക്കണം. അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ ഇവരോടൊന്നും പറയാത്ത കാരണം കൊണ്ട് ഇവരുടെ വിചാരം എനിക്കാണ് ആ വീതം. ഞാനാണ് ഇങ്ങനെ പലരെയും ഫോൺ ചെയ്ത് സംസാരിക്കണം എന്നൊക്കെ. രാകേഷിന്റെ അമ്മയാണെങ്കിൽ എന്റെ അമ്മയോട് വിളിച്ച് അങ്ങനെ എന്തൊക്കെയാണ് സംസാരിച്ച് വെച്ചേക്കണത്. ഇല്ലടാ, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഓക്കെ. എനിക്കിപ്പോഴേ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഞാനിപ്പോ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാ. അവന്റെ മുന്നിൽ ഞങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിക്കണം. അവനും അവളും അത് കാണണം. അത്രേ ഉള്ളൂ. ശരിയടാ, ശരി. ഞാൻ എത്ര വേദനപ്പെട്ട് എനിക്ക് എന്റെ മോളിലെ വിശ്വാസമായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ, അവന് ഞാൻ പണി കൊടുത്തോളാം. മോളെന്തിനറിയണേ? പോയിട്ട് മോനോട്ടിനെ കൊണ്ടുവരാം. ഞാൻ അവരെന്നെ ചതിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ഞാൻ അത്രയും വിശ്വസിച്ചത് അവരെ. മോള് വിഷമിക്കണ്ടോ? മോൾക്ക് അമ്മ ഉണ്ടോ? നമുക്ക് നന്നായി ജീവിക്കട്ടെ. അമ്മ എങ്ങനെയെങ്കിലും നിങ്ങളെ നോക്കിക്കോളാട്ടോ. നിങ്ങൾ എനിക്കറിയില്ല. മോള് കരയുന്നു. നമ്മളതിന് കരയാൻ പാടില്ല. അത്യാവശ്യം അമ്മ കരഞ്ഞതാ. ഇനി നമ്മൾ കരയാൻ പാടില്ല. പെട്ടെന്ന് കൊണ്ട്
പെട്ടെന്നുണ്ട് അമ്മ വിഷമിക്കല്ലേ അമ്മ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ധൈര്യമായിട്ട് ജീവിക്കാം. ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇവരുടെ അമ്മ. ടെൻഷൻ എടുക്കണ്ട. എന്റെ മക്കൾ ടെൻഷൻ എടുക്കണ്ട. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. അച്ഛനും അച്ഛനല്ല അറിയാം. അച്ഛനും അമ്മയെ മോളെ, അമ്മയൊക്കെ പേടിച്ചിട്ട മോളെ. കാട്ടി പറഞ്ഞ ഓരോ കാര്യം നമ്മ പേടിച്ചിട്ട മോളെ. എന്റെ മോളെ പേടിക്കണ്ട, നീ പേടിക്കണ്ട. എന്റെ മക്കൾ ജീവിക്കണം, ജീവിച്ച് കണ്ടു. നിങ്ങളോട് ഞങ്ങളുണ്ട്. കുറെ